ശ്രീ അരുൺകുമാർ, ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? ഇനിയും ADGP ലോ ആൻഡ് ഓർഡറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല എന്ന് ഇന്ന് ആവർത്തിച്ചു പറഞ്ഞതിലൂടെ മറ്റാർക്കും ലഭിക്കാത്ത സംരക്ഷണം എന്തുകൊണ്ട് ADGP അജിത് കുമാറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്നു? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇല്ല, ആ സംശയിക്കേണ്ട യാതൊരു സാഹചര്യമില്ല. അദ്ദേഹത്തിനെതിരെ കൃത്യമായി റിപ്പോർട്ടിൽ ഒരു റെഫറൻസ് ഉണ്ട്. ആ റെഫറൻസ് എഴുതാൻ ഉള്ള സാഹചര്യം പരിശോധിച്ച് ഒരു വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകണം എന്ന് മാത്രമേ പറഞ്ഞോളൂ. ADGP തയ്യാറാക്കിയ റിപ്പോർട്ടിന്മേൽ ഇത്തരത്തിലുള്ള റെഫറൻസ് എഴുതുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തേണ്ട നടപടി. ആ റിപ്പോർട്ടിൽ DGP എഴുതിയ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഉത്തരം പറ. ഒരാൾക്കെതിരെ നടപടി എടുക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള നടപടി, ശക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എടുക്കണം. കൃത്യമായി ഒരു കുറ്റവാളിയെയും സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെന്റ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്ന് പറയൂ. കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാക്കി അഴിപ്പിച്ച് വച്ച് മറ്റു പല പണികൾക്കും പോകേണ്ടി വന്ന സാഹചര്യം ഈ കേരളത്തിന്റെ പോലീസിന്റെ ചരിത്രം എടുത്താൽ നമുക്ക് 8 വർഷത്തിനുള്ളിൽ കാണാൻ കഴിയും. നമുക്കറിയാം, മാങ്ങ മോഷ്ടിച്ച പോലീസുകാരനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട സംസ്ഥാനമാണ് കേരളം. പിരിച്ചുവിട്ട സർക്കാരാണ് പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ. അങ്ങനെയുള്ളൊരു സർക്കാർ ഒരന്വേഷണമല്ല, 4 അന്വേഷണം, RSSുമായി നേർക്കുനേർ പോരാടുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ സംശയത്തിന്റെ അറ്റത്ത് പോലും നിൽക്കുന്ന ഒരാളെ പോലും സംരക്ഷിക്കില്ല എന്ന നിലപാടെടുക്കേണ്ടത് നിങ്ങളുടെ അണികളെ നിങ്ങളുടെ പ്രത്യയശാസ്ത്രം ബോധ്യപ്പെടുത്താനെങ്കിലും ആവശ്യമല്ലേ? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഇവിടെ 2 തരത്തിലുള്ള തെറ്റ് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് കോൺഗ്രസിന്റെ പ്രതിനിധിയും ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധിയും 2 ബഹുമാന്യരും ആ തെറ്റ് ആവർത്തിക്കുകയാണ് ചെയ്തത്. അതിനൊന്നും ഇല്ലേ? അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണത്തെ അജിത് കുമാർ അന്വേഷിക്കുന്നു എന്ന രൂപത്തിൽ തന്നെയാണ് ഇവർ 2 പേരും ചർച്ചയിൽ പങ്കെടുത്ത് പറയുന്നത്. അജിത് കുമാർ അന്വേഷണം ഏറ്റെടുക്കുമ്പോഴും അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും അജിത് കുമാറിനെതിരെ ആരോപണങ്ങളില്ല. അന്വേഷണം അതിന്റെ പരമാവധി ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അജിത് കുമാറിനും എതിരായിട്ടുള്ള ആരോപണം വരുന്നു. ആ സമയത്ത് അന്വേഷണം അവസാനിപ്പിക്കാൻ കഴിയില്ല, മറ്റേതെങ്കിലും ഒരു ഏജൻസിയെ ഏൽപ്പിക്കാനും കഴിയില്ല. സെപ്റ്റംബർ മാസം 24 മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്നത്, 23 പോലീസ് പ്ലേസ് ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? ഇവിടെ ഏതെങ്കിലും തരത്തിൽ വസ്തുതാപരമായി അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് വരുന്ന ഒരു സാഹചര്യം എപ്പോഴാണ് ഉണ്ടായത്? അദ്ദേഹത്തിന്റെ അധികാരവും പവറും ഉപയോഗിച്ചുകൊണ്ട് ഇടപെട്ടില്ല എന്നും DGP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കേരളത്തിന്റെ ബഹുമാന്യപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് വരെ ഒരു തരത്തിലും വസ്തുതാപരമായി നമ്മുടെ മുന്നിൽ ഈ ADGPക്കെതിരെ ഒരു തരത്തിലുള്ള ഒരു തെളിവുമില്ല. നിങ്ങൾ എന്ത് ഭയങ്കര വീട്ടിലാണല്ലോ. പിന്നെ എങ്ങനെയാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലാണ് കേരളം ഇതൊക്കെ അറിയുന്നത് എന്ന് പറയാ ശ്രീ അരുൺകുമാർ? ആരോപണങ്ങൾ നിരവധി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, പലതരത്തിലും അത് ചർച്ചയായിട്ടുണ്ട്. കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. കേരളത്തിന്റെ ഒരു സാംസ്കാരിക അന്തരീക്ഷത്തെ തകർക്കാൻ ഗൂഢാലോചന വെച്ച് ഈ പൂരത്തിന്റെ ആദ്യ നാളുകൾ മുതൽ ശ്രമമുണ്ടായി. എന്നിട്ട് അവിടെ സ്ഥലം അലോട്ട് ചെയ്ത് കച്ചവടക്കാർക്ക് കൊടുക്കുമ്പോൾ അന്ന് അവിടെ പ്രശ്നമുണ്ടായി. ആനപ്പന്തലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാഹചര്യം, ആനയെ അണിനിർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വിവാദം ഉണ്ടായി. അതുകൊണ്ടാണ് രണ്ടാമത് മുഖ്യമന്ത്രി പറഞ്ഞത് ഏതൊക്കെ ആളുകളാണ് ചുമതല നിർവഹിക്കാത്തത് അവർക്കെതിരെയും നടപടിയെടുക്കണം എന്ന് തീരുമാനിച്ചത്. ഞാൻ ആധികാരികമായി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റു കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ പകൽ പോലെ തെളിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ടും ഇനിയും വേണം അന്വേഷണ റിപ്പോർട്ട്. എന്തിനാ ഇദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുത്താൻ? അത് പിന്നെ ഈ ഫ്രോഡുകളുടെ ഒരു ടെക്നിക്കാണ്. ഇതെങ്ങനെയാണ് ശ്രീ അരുൺകുമാർ? ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാമെന്നല്ലാതെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഇതെങ്ങനെ ബോധ്യപ്പെടും? നിങ്ങളുടെ ഈ RSS വിരോധം എന്നുള്ളതൊക്കെ ഒരു ADGP അജിത് കുമാറിന്റെ മുന്നിലെത്തുമ്പോൾ തട്ടി നിൽക്കുന്നതേ ഉള്ളൂ എന്നല്ലേ ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത്? അതിപ്പോ പ്രത്യേകം പറയാണ്ടോ? ഒരിക്കലുമില്ല. ഈ കേരളത്തിൽ RSSനെ ചെറുക്കാൻ ഏറ്റവും അതിശക്തമായിട്ട് പോരാട്ടം സംഘടിപ്പിക്കുന്നത് ഇടതുപക്ഷമാണെന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. നിങ്ങൾക്കറിയാം, സ്വാതന്ത്ര്യ സമരകാലത്തും സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും ഈ കേരളത്തിലെ RSS ശാഖകൾ സംസ്ഥാനങ്ങളെക്കാൾ എണ്ണം കൂടുതലായിരുന്നു. ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനമായിരുന്നു കേരളം. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ ഇപ്പോഴും ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി
ഞങ്ങൾ RSSനെതിരായി ദേശീയ തലത്തിൽ വലിയ പോരാട്ടം നടത്തുന്നു എന്ന് പറയുന്നത് എന്ത് പ്രഹസനമാണ് ശ്രീ അരുൺകുമാർ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഒരു പ്രഹസനം നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇപ്പൊ ഞാൻ നേരിട്ടൊരു നടപടി എടുത്ത നിങ്ങൾ തന്നെ ഈ കൗണ്ടർ പോയിന്റ് മാറ്റിവെക്കുന്നത് ഒരു തെളിവുമില്ലാതെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തു, ഇവിടെ എവിടെ നീതി എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ഹെഡിങ് വെച്ച് ചർച്ച നടത്തും. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. പക്ഷെ കേരളത്തിന്റെ സാമൂഹ്യ പരിസരം തന്നെ ആകെ തകർന്നു പോകാവുന്ന തരത്തിൽ ഒരു സംഭവം തൃശ്ശൂരിൽ നടക്കുമ്പോൾ അതിന് നേരെ കണ്ണടച്ചിരിക്കുക, അതിന് ഒത്താശ ചെയ്യുകയോ ചെയ്തൊരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിനെതിരെ ഇനിയും എന്ത് അന്വേഷണ റിപ്പോർട്ട് വേണമെന്ന് പറയുന്നു? എന്ത് സാങ്കേതികത്വമാണ് ഇതിന് പിന്നിലുള്ള? ഒരു സാങ്കേതികത്വവുമില്ല, ഒരു നിയമപരമായ തടസ്സവുമില്ല. അതാണ് വസ്തുത. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്നിട്ടും സംരക്ഷിക്കുകയാണ്. പിന്നെ ഈ RSSനെതിരായ പോരാട്ടത്തെ കുറിച്ചൊക്കെ പറഞ്ഞാൽ സ്വയം പരിഹാസ്യരാവുകയല്ലേ ഉള്ളൂ. എണീറ്റ് വരണ്ടേയിരുന്നു. ഇവിടെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇത്തരത്തിൽ ആരോപണം വരുമ്പോൾ വസ്തുതാപരമായി നിയമപരമായി അന്വേഷിക്കണം. അരുൺകുമാർ എന്നെ നേരെയുള്ള ചോദ്യമാണ്. ഇവിടെ DGPയോട് തന്നെ ഒരു റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞിരിക്കുന്നു. അല്ല, അത് വരും, നിങ്ങൾ ധൃതി പിടിക്കേണ്ട. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെ ഗവൺമെന്റ് പരിശോധിച്ചിട്ടുണ്ട്, ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ട്. മാതൃകാപരമായി തന്നെ ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെന്റ് എടുക്കില്ല. എന്താ നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? ഗവൺമെന്റ് ആരോടും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഒരു വിധേയത്വമില്ല. അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യമാകും. പക്ഷെ ഇപ്പോഴും സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. എന്റെ നേരെയുള്ള ചോദ്യമാണ്, ADGP അജിത് കുമാറിനെ RSS ബന്ധത്തിന്റെ പേരിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കാനാണ്? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. 1600 പേജുള്ള റിപ്പോർട്ടിൽ നിന്ന് ഈ ADGPക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ പ്രത്യേക റിപ്പോർട്ടായിട്ട് തരണമെന്ന് പറഞ്ഞാൽ അതിശക്തമായി ഗവൺമെന്റിന് മുന്നോട്ട് പോകാനാണ്, ഒരാളെയും സംരക്ഷിക്കാനല്ല. ഇതെല്ലാം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടുമ്പോൾ വീണ്ടും ചർച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് അണിനിരക്കാം. അല്ല, അതും അണ്ടർ ഇൻവെസ്റ്റിഗേഷനിലാണ്. DGPയുടെ നേതൃത്വത്തിൽ 7 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഏറ്റവും ഈ കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? 216 പ്രിയപ്പെട്ട സഖാക്കളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ കൊന്നൊടുക്കി RSS. ആ RSSനെതിരെ എന്നും അന്നും ഇന്നും സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനം CPM തന്നെയാണ്. ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാരെ ഞാൻ ഉപദേശിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരാമെന്നും ഒരാളെ പോലും സ്വാതന്ത്ര്യ സമരത്തിൽ അണിനിരക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞത് RSS നേതാക്കന്മാരാണ്. മാപ്പ് എന്ന് പറഞ്ഞ് 5 തവണ മാപ്പ് പറഞ്ഞ് ജയിൽ മോചനത്തിന് വേണ്ടി ശ്രമിച്ചത് RSSകാരാണ്. അതുപോലെ ഷൂ നക്കിയതും വീണ്ടും മാപ്പ് പറഞ്ഞു പോയതും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഏതെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഒരു സത്യാഗ്രഹത്തിലോ ഒരു കൊടിയുയർത്ത സമരത്തിലോ ഒരു ധർമ്മയിലോ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ ഏതെങ്കിലും ഒരു രേഖ നിങ്ങൾ ഹാജരാക്കുക. ഈ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളുണ്ട്. ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഖാവ് പിണറായി വിജയനാണ്. ആ കാര്യം ഓർക്കുമ്പോഴേ രോമാഞ്ചം. സാഹചര്യങ്ങൾ താങ്കൾ നുണ പറയരുത്. RSS വില പറഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രി കുഴപ്പമായി തോന്നുന്നത്. നിങ്ങൾ എത്ര ന്യായീകരിച്ചാലും ഇതെല്ലാം പൊതുസമൂഹത്തിലുണ്ട്. ഈ കേരളത്തിൽ ആരാണ് 216 ക്രൂരമായി കൊലപ്പെടുത്തിയത്? ആരാണ്? 216 CPM പ്രവർത്തകരെ RSS തന്നെയാണ്. 216 CPM പ്രവർത്തകരുടെ ജീവനാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. എന്താ ഉറക്കം വരുന്നു? മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്രയോ CPM നേതാക്കന്മാരുടെ തലയ്ക്ക് RSS വിലയിട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയ്ക്ക് മധ്യപ്രദേശിൽ വെച്ച് RSS വിലയിട്ടു. തിരുവനന്തപുരത്ത് ആനാവൂർ നാരായണൻ നായരെ ആരാണ്? ഇവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നിങ്ങളുടെ പിണറായി വിജയൻ തന്നെ കൊലക്കുറ്റത്തിന് പ്രതിയായിരുന്നു. വെറുതെ ഞങ്ങളെ കൊണ്ടത് പറയിപ്പിക്കരുത്. ഇതെല്ലാം പൊതുസമൂഹത്തിലുണ്ട്. ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നുണപ്രചരണത്തിന് പുറകെ പോകുക. 2021 ഒരു കൈവതം നാറ്റുകരുത്.
ഉണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞത് എവിടെയാണ് അവസാനിപ്പിക്കാം. എങ്ങനെയാണ് അത് വന്നത്, എങ്ങനെയാണ് അത് വെളിയിൽ വന്നത്? അതൊന്ന് വായിച്ചാൽ മതി ശ്രീ അരുൺകുമാർ. എവിടെയാണ് ആ പ്രസ്താവനയോ പ്രസംഗമോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ അത് വന്നത്? നിഷ, മുഖ്യമന്ത്രി ആയതിനു ശേഷം വിലയിട്ടിട്ടുണ്ടോ അതിനു മുമ്പ് വിലയിട്ടിട്ടുണ്ടോ? രണ്ടും തരം തിരിച്ചു തുടങ്ങിയിട്ട് താങ്കൾ പറഞ്ഞത് അതിനു മുമ്പ്. ഈ രാജ്യത്തെ അതിനു ഏത് മുൻപ്. മുഖ്യമന്ത്രിയുടെ അതിനു മുൻപ്. തലയ്ക്കാണ് അടിയന്തരാവസ്ഥ RSS കാലത്ത് പോലും വിലയിട്ടിട്ടുള്ളതെന്നാണ്. ക്രൂരമായിട്ട് പിന്നെ നാണക്കെടുത്ത് മർദ്ദനമേറ്റ് നിയമസഭയിൽ വന്ന് തീ തുപ്പുന്ന പ്രസംഗം നടത്തിയതാ. അത് കുറച്ചു നേരം മൈതാന പ്രസംഗമാണെന്ന് തോന്നിപ്പോയി പുള്ളിക്കാരി. അവസ്ഥ വേറെ. അല്ല, ഇത് നിങ്ങൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് 1.5 വർഷം മുമ്പ് മാധ്യമങ്ങൾ അജണ്ട വെച്ച് തുടങ്ങി എല്ലാ തരത്തിലും CPM ആക്രമിക്കാൻ. 1.5 വർഷം ആക്രമിച്ചു. ജനങ്ങൾ കാര്യം മനസ്സിലാക്കി. ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾക്ക് ഭരണ തുടർച്ച കിട്ടി. ഒന്നും പിണ്ടായിരിക്കുന്നുണ്ടോ? ഇപ്പൊ 2026 തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇനി 1.5 വർഷമുണ്ട്. ഇപ്പൊ നിങ്ങൾ തുടങ്ങി. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വരെ അലങ്കോലപ്പെടുത്തുന്ന കാഴ്ച നാം കാണുകയാണ്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ആക്രമണത്തിന്റെ പുറകെ പോക്ക്. ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു. കൂടുതൽ ജനങ്ങളോട് ഒത്തുനിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പറയൂ. 5 or 10 പത്രപ്രവർത്തകർ ഒരുമിച്ച് ചോദ്യം ചോദിച്ച് ഒരു ചോദ്യം പോലും ആർക്കും കേൾക്കാൻ കഴിയാത്ത തരത്തിൽ അലോസരമുണ്ടാക്കി. ഇതുവരെ ഈ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിമാരുടെ പത്രസമ്മേളനത്തിൽ ഇത്തരത്തിലുള്ള അലമ്പുണ്ടാക്കുന്ന സാഹചര്യം പത്രപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവസാനം ഒരേ സമയത്ത് 10-15 ചോദ്യം. അതിനെയൊക്കെ അലങ്കോലപ്പെടുത്തലായാണ് കാണുന്നതെങ്കിൽ ദാ എന്നെ എല്ലാരും കൊല്ലാൻ വരുന്നു, തലയ്ക്ക് വിലയിടുന്നു എന്നൊക്കെ മുഖ്യമന്ത്രിക്ക് തോന്നുക സ്വാഭാവികമാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.